Hello friends, ഉഷാറാണല്ലോ. അപ്പോൾ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളൊരു രണ്ട് പ്രോഡക്റ്റ് റിവ്യൂ ആണ്. അതായത് നമുക്ക് വളരെയധികം ഗുണം നൽകുന്ന അല്ലെങ്കിൽ വളരെയധികം ആവശ്യമുള്ള രണ്ട് പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ്. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂത്ത് ബ്രഷ് ആണ്. ഇതിന്റെ ആകൃതി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇതിന്റെ വ്യത്യാസം എന്താണെന്നുള്ള കാര്യം. സാധാരണ നമുക്കറിയാവുന്ന ബ്രഷ് നമുക്കറിയാം, സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബ്രഷ് കൈ പിടിച്ച് പല്ല് തേക്കുന്ന ബ്രഷ്. അതിനൊരു ലേറ്റസ്റ്റ് ഒരു പോർഷൻ ഇറങ്ങിയിരുന്നു, ഇലക്ട്രോണിക് ബ്രഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതും ഏകദേശം ആ ഒരു നമ്മുടെ സാധാരണ ബ്രഷിന്റെ അതേ രൂപം തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ആണിത്. നിങ്ങൾക്ക് അതിൻ്റെ ആകൃതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വാവ് സ്കിൻ കെയർ കമ്പനിയുടെ ഒരു ബോഡി ലോഷനാണ്. ഈ ലോഷനും ഇതേപോലെ തന്നെ ഒരു പ്രത്യേകത, സാധാരണ കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ലോഷനാണ് എങ്കിൽ ഇതിൻ്റെ അത് ഓൾറെഡി തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് നോ മിനറൽ ഓയിൽ, അതോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് കളറോ അങ്ങനെ ഒരു കാര്യം ചേർക്കാത്ത നല്ല ഒരു ആലുവേരയുടെ അതായത് നമ്മുടെ കറ്റാർവാഴയുടെ സത്ത് മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഒരു ബോഡി ലോഷനാണ്. ഈ ലോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ നമുക്ക് സ്കിന്നിന് കിട്ടുകയും ചെയ്യും. എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വാലിങ്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂത്ത് ബ്രഷ്. എന്തായാലും സാധാരണ നിങ്ങൾ കാണുന്ന ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷാണിത്. ഓക്കെ, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാനുവലാണുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ. എന്നാലും ഞാനത് പറഞ്ഞുതരാം. ഇതാണ് മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിലെ 3 പോർഷനാണുള്ളത്. ഇത് രണ്ടും, പിന്നെ ഇത് USB കേബിൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർഷൻ. ഇവിടെ വെക്കുക. അതിനുശേഷം ഇതും ഇവിടെ വെക്കുക. ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനമാണ്. ഇതാണ് ഇതിൽ ചാർജ് ചെയ്യുന്നത്. ഇവിടെ പ്ലഗ് ചെയ്ത ശേഷം നമുക്ക് കറണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും. എന്തായാലും ഇതാണ് നമ്മുടെ മെയിൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ബ്രഷ്. ഓക്കെ, ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ഈ ഒരു പോർഷൻ നമ്മുടെ അടിഭാഗത്തുള്ള പല്ല് ക്ലീൻ ചെയ്യാനും, അതോടെ തന്നെ ഈ ഒരു പോർഷൻ മുകളിലെ ക്ലീൻ ചെയ്യാനും, ഇത് ഫ്രണ്ടിലെ പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട്, ഇത് ബാക്കിലെ പോർഷൻ ക്ലീൻ ചെയ്യാൻ, അങ്ങനെയുള്ള രീതിയിലാണ് രണ്ടും ഉപയോഗിക്കുക. അതായത് നമ്മൾ ഒറ്റ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇത് 2 പോർഷൻ എന്ന് പറഞ്ഞാൽ 2 തവണ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. 2 പേർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരാൾക്ക് ഉപയോഗിക്കാം, ഇത് ഒരാൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ രീതിയിലാണ് 2 ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മെയിൻ ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ സാധാരണ പോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. ആ പോർഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെയാണ് നമുക്ക് പേസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ പേസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഒരല്പം വെള്ളം കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ വേറെ കാര്യമില്ല, ഇങ്ങനെ പേസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു തവണ നമുക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയല്ല ഇങ്ങനെ തേക്കുന്നത്. നമുക്കൊരു 5-6 തവണയൊക്കെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയും ഇതിൻ്റെ അകത്ത് സാവധാനം നമുക്ക് പേസ്റ്റ് ഫില്ല് ചെയ്ത് വെക്കാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ഫില്ല് ചെയ്യുന്നത് സാധാരണ നമ്മൾ പേസ്റ്റ് എടുത്ത് ബ്രഷിൽ തേക്കുന്ന പോലെയല്ല. കാരണം ലിക്വിഡായിട്ട് നമ്മൾ വേണം അങ്ങനെ ചെയ്യാനായിട്ട്. ലിക്വിഡ് കൂടി അടങ്ങിയ പേസ്റ്റ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പേസ്റ്റ് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് എടുത്ത ശേഷം നമുക്ക് ഒരല്പം പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പേസ്റ്റ് അധികമായി പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് പല തവണ യൂസ് ചെയ്യാൻ പറ്റും. ഒരു തവണ ഇങ്ങനെ ലിക്വിഡാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പേസ്റ്റ് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു ഫെണൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ കണ്ടെയ്നറിനകത്തേക്ക് ഇത് ഒഴിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. സാവധാനം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേസ്റ്റിൻ്റെ അംശം മുഴുവൻ അതിലേക്ക് ഇറങ്ങിക്കോളും. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മുടെ പേസ്റ്റും അതോടൊപ്പം തന്നെ വെള്ളം കൂടെ അത് ലിക്വിഡായിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, അതിനുശേഷം ഇത് വെച്ച് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതെ, നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഇത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യുക, അടയ്ക്കാം.
ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ബ്രഷ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആയിക്കോളും. ഇപ്പോൾ കണക്റ്റായി. ഇനി ഇത് ഉപയോഗിക്കാനായിട്ട് ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓണാകും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുകൾഭാവവും അതോടൊപ്പം തന്നെ താഴ്ഭാവവും ഒരേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് വായിലേക്ക് നമുക്ക് കയറ്റി വെക്കാം. അതിനുശേഷം ഇങ്ങനെ ശരിക്കും കടിച്ചു പിടിക്കുക, ഓണാക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ആയിക്കോളും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ലിക്വിഡായിട്ട് ഒഴിച്ചല്ലോ, അതെല്ലാം നമ്മുടെ പല്ലിലൊക്കെ വന്ന് ശരിക്കും ക്ലീനാണ്. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വെബ്സൈറ്റിൽ പോയി മേടിക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ആ വെബ്സൈറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് വാവ് കമ്പനിയുടെ ആലുവേര ബോഡി ലോഷനാണ്. അതായത് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് മാറി നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസും കൂടി നമ്മുടെ സ്കിന്ന് നല്ല ഒരു തിളക്കവും സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും എല്ലാം മാറ്റാൻ വേണ്ടി പറ്റിയ ഒരു ഉഗ്രൻ ഒരു ബോഡി ലോഷനാണ് വാവ് കമ്പനിയുടെ. ഓക്കെ, ഇതിന് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആലുവേരയുടെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എസൻസിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആലുവേര, അതായത് നമ്മുടെ കറ്റാർവാഴ കൊണ്ട് ഉണ്ടാക്കുന്ന ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലും ദോഷം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലോഷനായിരിക്കും ഈ വാവ് കമ്പനിയുടെ ആലുവേര ബോഡി ലോഷൻ. ഇതിനകത്ത് ഇവർ ഓൾറെഡി തന്നെ എഴുതിയിട്ടുണ്ട് നോ മിനറൽ ഓയിൽ, അതായത് ശരീരത്തിന് ഹാനികരമാകുന്ന മിനറൽ ഓയിൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് അവരൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ അങ്ങനെ ഒന്നും അവർ ചേർത്തിട്ടുമില്ല. സോ ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ബോഡി ലോഷൻ തന്നെയാണ്. എന്തായാലും ഈ ബോഡി ലോഷൻ ഇതും മാനുഫാക്ചർ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ പറ്റി ഇവരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്യൂരിഫൈ ചെയ്തിരിക്കുന്ന വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഗ്ലിസറിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ മറ്റുള്ള അതായത് ആൽമണ്ട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആലുവേരയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു ബോഡി ലോഷൻ നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആവും ഈ ഒരു ബോഡി ലോഷൻ. ഇവരിവിടെ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരല്പം എടുത്ത ശേഷം അതിനുശേഷം ബോഡിയിൽ ശരിക്കും പുരട്ടി കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് 100% നമുക്ക് മേടിക്കാം. ഇതൊരു 300 ml ഒരു ബോട്ടിലാണ്. നമുക്കിത് ഓൺലൈനിൽ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ മേടിക്കാനുള്ള എല്ലാ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇതൊന്ന് ഒരല്പം ലോഷൻ എടുത്ത് നോക്കാം. ഇതാണ് ലോഷന്. നമുക്കിത് എപ്പം വേണം, ഡേ ടൈമിനോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിനോ ഒക്കെ നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലൊരു ബാഡായിട്ട് സ്മെല്ലുമില്ല, നല്ല സ്മെല്ലാണ്. ആലുവേരയുടെ പ്യുവറായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് സാധാരണ കയ്യിലോ അതല്ല എങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ബോഡിയിൽ തേക്കേണ്ടത് അവിടങ്ങളിലൊക്കെ തേക്കാം. നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും. എൻ്റെ കയ്യിൽ തന്നെ നമുക്ക് കാണാം, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ക്രീമാണിത്. പ്രത്യേകിച്ച് ഈ വിൻ്റർ സമയങ്ങളിൽ അതോടൊപ്പം തന്നെ ശരിക്കും നമ്മുടെ എന്താണ് വേനൽ സമയങ്ങളിലൊക്കെ കൈയൊക്കെ ശരിക്കും മോയ്സ്ചറൈസിങ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നുള്ളൂ. സാധാരണ സ്കിന്നുകാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിച്ച് വളരെയധികം ഡ്രൈ സ്കിന്ന് മാറാനും നമ്മുടെ നോർമൽ സ്കിന്ന് നല്ല ഷൈനി ആയിട്ട് നിൽക്കാനും ഇത് നമുക്ക് ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഈ ബോഡി ലോഷൻ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു വാവ് കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് ഇത് പ്രോഡക്റ്റ് അല്ലാതെ തന്നെ മറ്റ് നിരവധി പ്രോഡക്റ്റുകൾ വേണമെങ്കിലും മേടിക്കാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകൾക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ രണ്ട് പ്രോഡക്റ്റും മേടിക്കാവുന്നേ, ഒരു കുഴപ്പവുമില്ല. 100% നമുക്ക് വിശ്വസിക്കാവുന്ന വളരെ ചീപ്പായിട്ടുള്ള വിലയോട് കൂടിയ പ്രോഡക്റ്റുകളാണിത്. ഓക്കെ ഗൈസ്, കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.